ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് PSC മുൻ വർഷങ്ങളിലായിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ എക്സാമിനും ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കബനി. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി, ഗൗരി ലക്ഷ്മിബായി. ആരാണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത്? ഗൗരി ലക്ഷ്മിബായി. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി, വ്യവസായം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ്. അടുത്തത്, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ഡി, ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്. അടുത്ത ചോദ്യം, അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പാരീസ് ഉടമ്പടി. അടുത്ത ചോദ്യം, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലോക്സഭാ സ്പീക്കർ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ സ്പീക്കറാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലാഹോർ. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്ന പേരിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2015 ജനുവരി 1. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. അടുത്ത ചോദ്യം നോക്കൂ. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ഡി, തെക്ക് വടക്ക്. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? തെക്ക് വടക്ക്. അടുത്ത ചോദ്യം നോക്കൂ. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇ ഗവേണൻസ് എന്താണ്? ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. ഉത്തരം ഇതാണ്. ഓപ്ഷൻ എ ഹരിത വിപ്ലവം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ചൊരു പ്രവർത്തനമാണ് ഹരിത വിപ്ലവം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2403 അടി. 2403 അടി. അടുത്തത്, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ ഡി ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ എ ഖരം. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. ഉത്തരം 2012 ആണ്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷമാണ് 2012. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഉത്തരം ഇതാണ്. ഓപ്ഷൻ ഡി ആസാം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയുള്ളത് നിങ്ങൾക്കായുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്. യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. കോർട്ടിസോൾ, തൈമോസിൻ, ഇൻസുലിൻ, വാസോപ്രസിൻ. ഇതിൽ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് എഴുത്തച്ഛൻ, ചെറുശ്ശേരി, ചീരാമ കവി, രാമപ്പണിക്കർ. ഇതിൽ ശരിയായ ഉത്തരം ചീരാമ കവിയാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ കൂടുതൽ PSC റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.